ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഒരു കിടിലോസ്കി നമസ്കാരം കഴിക്കട്ടെ. ഒരു കിടുക്കാച്ചി മത്തി ഫ്രൈഡ് റെസിപ്പി കേട്ടോ. അത് മത്തി ഫ്രൈഡ് എന്നല്ല, അതിൻ്റെ മസാലക്കൂട്ടാണ് വെറൈറ്റി സാധനം കേട്ടോ. ഇതുപോലൊരു മസാലക്കൂട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? അല്ലേ, ഇങ്ങനെ മസാല മത്തിയിലങ്ങ് തേച്ച് പിടിപ്പിച്ച് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരും, കിളി പറക്കും. എന്നിട്ട് ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്ക്. എന്നിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അങ്ങ് രേഖപ്പെടുത്തുക എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ഒന്നും നോക്കണ്ട, ഒരു 2 കിലോ മത്തി അങ്ങ് എടുത്തു. ഒന്നും നോക്കില്ല, കഴുകി വൃത്തിയാക്കി അങ്ങ് കുളിപ്പിച്ചെടുക്കുക അവനെ അങ്ങ്. ആദ്യം തന്നെ വയറൊക്കെ ക്ലീൻ ചെയ്ത് ഉളുമ്പൊക്കെ കളഞ്ഞ ശേഷം വേണം ഈ പരിപാടി കാണിക്കാൻ കേട്ടോ. ഒരു 5-6 പ്രാവശ്യം നല്ല കഴുകി കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി നല്ല കൂട്ടപ്പം സുന്ദരനാക്കി അങ്ങ് എടുക്കുക കേട്ടോ. ഇതുപോലെ സുന്ദരനായ ശേഷം ഇവനെ അങ്ങ് ഒരു 3-4 പ്രാവശ്യം വരയുക. കണ്ടല്ലോ, ഒരു സൈഡിൽ 2 പ്രാവശ്യം അല്ല 3 പ്രാവശ്യമൊക്കെ ആയിട്ടൊന്ന് വരഞ്ഞ് വൃത്തിയാക്കുക. കാരണം മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ, അതിനുവേണ്ടി വരഞ്ഞ് വൃത്തിയാക്കുക. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാത്തവരുണ്ട് കമൻറ്റ് ചെയ്യാൻ, കൂട്ടുകാർക്ക് വാരി വെതർ എൻ്റെ ചങ്ങാതി വരും ഒന്നും നോക്കണം. എന്നിട്ട് വെളുത്തുള്ളി ചതച്ച വെളുത്തുള്ളി സ്നേഹത്തോടെ അങ്ങ് തകർത്തോ അതിലേക്ക് കണ്ടോ. ഇട്ട ശേഷം വിനീഗർ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇട്ടില്ലേലും കുഴപ്പമില്ല. ഒരു ലൈറ്റായിട്ട് വിനീഗർ ഇട്ട ശേഷം കാശ്മീരി ചില്ലി പൗഡർ ആയിട്ട് കേട്ടോ. കാരണം അധികം എരിവിന് വേണ്ടാത്തതുകൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഇതുപോലെ വാരി വിതറുക. കുറച്ച് മല്ലിപ്പൊടി വാരി വിതറുക, കുറച്ച് മഞ്ഞപ്പൊടി വാരി വിതറുക. ഇതെല്ലാം അളവ് കുറച്ച് മതി കേട്ടോ. ശേഷം നല്ല കട്ട വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ച ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ഇട്ട ശേഷം ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് തേച്ച് പിടിപ്പിക്കുക മത്തിയിലേക്ക് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തേച്ച് പിടിച്ച് കഴിയുമ്പോഴേക്ക് അതിലേക്ക് പച്ചമുളക് കുനുകുനാന്നരിഞ്ഞെടുത്ത് മറിക്കുക. ശേഷം ഇഞ്ചി നീളത്തിലരിഞ്ഞെടുത്ത് മറിക്കുക, വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞെടുത്ത് മറിക്കുക. ഇത്ര ശേഷം ഇട്ട് കറിവേപ്പില സന്തോഷത്തിനങ്ങ് ഇട്ട് കൊടുക്കുക. ഇത്രയും ചെറുള്ളിയും കൂടെ അങ്ങ് മറിക്കുക. മറിച്ച ശേഷം ഇവനെ അങ്ങ് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു അരപ്പ്. ആ അരപ്പും കൂടെ വന്ന് കഴിയുമ്പോൾ വേറെ ലെവലിലേക്കാണ്. അപ്പോഴേക്കാണ് ഞാൻ ഓർത്ത് ഇതിലേക്ക് ഉപ്പിടാൻ മറന്നുപോയ കാര്യമാണ്. എൻ്റെ ചങ്ങാതിമാർ ഗതികേടെ ഒന്നും നോക്കിയില്ല. അപ്പം തന്നെ ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ച ശേഷം ഇച്ചിരി ഉപ്പങ്ങ് അതിന് മുകളിലേക്ക് അങ്ങ് വാരി അങ്ങ് വിതറി കേട്ടോ. എന്നിട്ട് കുറച്ച് വാളംപുളി വെള്ളം കൂടെ ആ സമയത്ത് ലൈറ്റായിട്ട് നമ്മുടെ സീക്രട്ട് റെസിപ്പി കേട്ടോ, ഇതും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിലങ്ങ് വെക്കുക നല്ല ഭംഗിയായിട്ട്. ശേഷം നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീ പിടിപ്പിക്കൽ. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കുക. കരിവേപ്പില എടുത്ത് പൊട്ടിക്കുക. കരിവേപ്പില പൊട്ടി വരുമ്പോഴേക്ക് നമ്മുടെ മത്തി എടുത്തത് ഇതുപോലെ ഇങ്ങനെ സ്റ്റൈലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. ഞാൻ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാം, ആ മസാലയൊക്കെ മത്തിയിലിങ്ങ് പിടിച്ച് നല്ല ലെവലിൽ കിട്ടും. എന്നിട്ട് ഇതുപോലെ അടുക്കി ഇങ്ങനെ വെച്ച് ഗ്രില്ല് ചെയ്യുക. ഇതുപോലെ ആവശ്യത്തിന് എണ്ണ മാത്രം മതി കേട്ടോ, ഒരു പറ എണ്ണ ഇടണ്ട. അപ്പോൾ ആൾക്കാർ പറയും ഒരു പറ എണ്ണ ഇട്ട് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരും, അത് വരും, ഇത് വരും. അതുകൊണ്ട് ആവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചുള്ള എണ്ണ മാത്രം ഇട്ടാൽ മതി. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അധികം എണ്ണ ഇട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഇതുപോലെ സ്ലോ മോഷനിൽ ഇവനെ മറിക്കുക. ഒരു സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത സൈഡ് കുക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് മറിച്ച് വെക്കുക കണ്ടോ. മത്തിയൊക്കെ ആകുമ്പോൾ അധികം നേരം ഒന്നും ഉണ്ട്, പെട്ടപ്പെട്ടായെന്ന് കുക്കാവും. അതുപോലെ തന്നെ ഓവറായിട്ട് ഗ്രില്ല് ചെയ്യില്ല. ഓവറായിട്ട് ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹാർഡായിട്ടിരിക്കും. നല്ല മത്തി എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോഴേക്ക് എതള് പോലെ ഇങ്ങ് വരണം, പഞ്ഞിക്കട്ട ഇരിക്കുന്ന പോലെ മീറ്റ് കിട്ടണം. എന്നാലേ ആ മസാലയും ആ സോഫ്റ്റ്നെസ്സും ആ ജ്യൂസി ആയിട്ടുള്ള മത്തിയൊക്കെ വരുമ്പോഴേക്ക് നമ്മളൊരു വികാരമായി അങ്ങ് മാറുള്ളൂ. എന്നിട്ട് അവനെന്താ ഇതുപോലെ അങ്ങ് പൊക്കി എടുത്തങ്ങ് മാറ്റി വെച്ചോ എൻ്റെ ചങ്ങാതി. എന്നിട്ട് ബാക്കിയുള്ള മത്തി നമ്മൾ നേരെ തവ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. എന്നിട്ട് കരിവേപ്പില വാരി അത്തപ്പൂക്കൾ ഇടുന്ന പോലെ ഇട്ട് കൊടുത്തു. ശേഷം അവൻ്റെ മുകളിലേക്ക് മത്തി ഓരോന്നാഴ് അടുക്കി വെച്ചങ്ങ് ഗ്രില്ല് ചെയ്യാം കണ്ടോ. നല്ല സ്റ്റൈലായിട്ട് ഇവനങ്ങ് ഗ്രില്ല് ചെയ്യാം. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ കലക്കി കൂട്ടിയും ഒഴിച്ച് കൊടുക്കാം. അതാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതാകുമ്പോൾ ഇനി കൊളസ്ട്രോൾ കൂടിയെന്നോ കുറഞ്ഞൊന്നോ നമ്മളെ തല്ലാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഇവനൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് അവനിങ്ങനെ മറിച്ച് ഇട്ട് കൊടുക്കുക കണ്ടോ. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് മറിച്ച് കൊടുക്കുക. മറിച്ചിട്ട ശേഷം അടുത്തതും കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സീക്രട്ട് ഞാൻ പറയാം, കുറച്ച് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറും കൊണ്ട് തളിച്ചു. എന്നിട്ട് മത്തി ഫ്രൈ റെഡിയായി. ഇതുപോലെ പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യുക. പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത ശേഷം ഒന്നും നോക്കണം, നിങ്ങളുടെ എല്ലാ സംഭവത്തോടും ഞാനെടുത്തൊരു പിടുത്തം പിടിക്കാൻ പോയി. അങ്ങനെ കൊതി വന്നിട്ടൊരു രക്ഷയില്ല. പിന്നെ നമ്മളങ്ങനെ നോക്കിയിരിക്കുന്നത് ഒന്നും നോക്കിയില്ല, ഞാൻ കയറി അങ്ങ് പിടുത്തം പിടിച്ചു. സംഭവം വേറെ ലെവലാട്ടോ. അതിലേക്കൊക്കെ വെച്ച് ആലത്ത് പോലും ചങ്ങാതി ഒന്നും നോക്കണം, മത്തി മേടിച്ചോ ഉണ്ടാക്കിക്കോ ട്രൈ ചെയ്ത സംഭവം